ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. പതിവ് പോലെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെ കാലങ്ങളായി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മറുപടികൾ നൽകാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങൾ ക്രോഡീകരിച്ച് അവയെക്കുറിച്ച് പറയാം എന്നാണ് കരുതുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവയ്ക്കുള്ള മറുപടി ഉടനടി നൽകാൻ കഴിയാത്ത സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം ചില ചോദ്യങ്ങൾ വലുതായിരിക്കും. ആ ചോദ്യങ്ങൾക്ക് ശേഷം പിന്നീട് വരുന്ന ചോദ്യങ്ങൾ അടിയന്തരമായി ഉത്തരം പറയേണ്ടതാണെന്ന് തോന്നുമ്പോൾ അവയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന് കരുതപ്പെട്ടേക്കാം. അതുകൊണ്ട് ഒരു കാര്യം ആദ്യമേ നിങ്ങളോട് പറയട്ടെ. ചോദ്യങ്ങൾ ചോദിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ഉത്തരം ലഭിക്കുന്നില്ല എന്ന് വിചാരിച്ച് മടി കാണിക്കരുത്. എന്തായാലും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ശ്രമിക്കും. ചോദ്യങ്ങളെ ഒന്നും അവഗണിക്കുന്നില്ല. പ്രയോറിറ്റിയിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും. കാരണം അടിയന്തരമായി പറയേണ്ട ചില കാര്യങ്ങൾ വരും. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കും. പല വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാവും. എന്തായാലും ഒരു ചോദ്യവും അവഗണിക്കില്ല, ഒരു ചോദ്യങ്ങൾക്കും മറുപടി പറയാതിരിക്കുകയുമില്ല. ചോദ്യങ്ങളിലൂടെയും മറുപടികളിലൂടെയുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുക. പഴയതായി കരുതപ്പെടാവുന്ന ചില ചോദ്യങ്ങളാണ്. മുൻപേ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് ആദ്യം ആരംഭിക്കുന്നത്. അതിലൊന്ന് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടാണ്. ചോദ്യം ഇങ്ങനെയാണ്: പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകില്ല എന്ന് പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കാമോ? മാരക പാപാവസ്ഥയിൽ മരിക്കുമ്പോൾ വ്യക്തിയുടെ ആത്മാവ് നിത്യനരകത്തിൽ പ്രവേശിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? മാരക പാപം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത്? പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകുന്നില്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് ആദ്യമേ പറയാം. സങ്കീർത്തനം 51:11 ദാവീദ് വിലപിക്കുന്നുണ്ട്: അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. പഴയ നിയമകാലത്ത് അഥവാ യേശുവിനു മുൻപ് പരിശുദ്ധാത്മാവ് നിത്യമായി നൽകപ്പെട്ടിരുന്നില്ല. ഓരോ ജീവിത ദൗത്യത്തിനും ആവശ്യമായ ആത്മാവിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് കുറച്ചു കാലത്തേക്ക് ആളുകളെ നയിക്കുന്ന പ്രകൃതം ഉണ്ടായിരുന്നു. സാവൂളിൽ നമുക്കത് കാണാം. സാവൂൾ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ ആത്മാവ് നൽകപ്പെടുന്നു. പരിശുദ്ധാത്മ പ്രേരണയ്ക്ക് വിധേയനാകാതെ വരുമ്പോൾ ആത്മാവിനെ ദൈവം എടുത്തു കളയുന്നു. എന്നിട്ട് അസൂയയുടെ ദുരാത്മാവിനെ പകരം പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. അത് സാവൂളിന്റെ പതനത്തിന് കാരണമാകുന്നുണ്ട്. ഈ അനുഭവത്തിൽ നിന്നാണ് ദാവീദ് പറയുന്നത്: അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. ദാവീദ് പാപം ചെയ്തു. പാപം ചെയ്തു കഴിയുമ്പോൾ ആത്മാവ് നഷ്ടമാകും എന്ന ബോധമാണ് പഴയ നിയമകാലത്തുള്ളത്. കാരണം നിത്യമായി ആത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. യോഹന്നാൻ 14:16 ഈശോ പറയുന്നുണ്ട്: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ക്രിസ്തുവിലാണ് പരിശുദ്ധാത്മാവ് എന്നേക്കുമായി നൽകപ്പെടുന്ന പ്രവൃത്തി സാധ്യമാകുന്നത്. രക്ഷാകരമായ പ്രവൃത്തി പൂർത്തീകരിക്കുകയും തൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും അവിടെ നിന്ന് നിവേശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആത്മാവ് നിത്യമായി നൽകപ്പെട്ടത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിന് മുൻപ് പരിശുദ്ധാത്മാവ് അപ്രകാരം നൽകപ്പെട്ടിട്ടില്ല. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മോട് കൂടെ ആയിരിക്കാനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ 3 തരത്തിൽ നമുക്ക് കാണാം. പിതാവ് സ്രഷ്ടാവ്, പുത്രൻ രക്ഷകൻ, പരിശുദ്ധാത്മാവ് പരിത്രാണകൻ. വിശുദ്ധീകരണത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മെ നവീകരിക്കുന്നവനാണ്, വിശുദ്ധീകരിക്കുന്നവനാണ്. അപ്രകാരം വിശുദ്ധീകരിക്കുന്ന ആത്മാവ് അവസാനം വരെ, മനുഷ്യന്റെ അന്ത്യം വരെ അവനോട് കൂടെ ഉള്ളതാണ്. അന്ത്യം വരെ അവനോട് കൂടെ ഉണ്ട് എന്നതുകൊണ്ട് ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയമാകുമ്പോൾ പാപബോധം നൽകുന്ന, നമ്മെ വിശുദ്ധീകരിക്കുന്ന ആത്മാവ്
നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏതു നിമിഷവും ദൈവത്തിലേക്ക് തിരിയാൻ അവസരമുണ്ട്. പരിശുദ്ധാത്മാവിനെതിരായ തിന്മയെക്കുറിച്ചുള്ള സഭാപ്രബോധനം നോക്കുമ്പോൾ നമുക്കത് വ്യക്തമാവും. അവിടെ 6 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിനെതിരായ തിന്മയായിട്ട് പറയുന്നത്. 1, സ്വർഗം കിട്ടുകയില്ല എന്ന നിരാശ. ഒരു കാര്യം കൊണ്ടും രക്ഷപ്പെടാൻ സാധിക്കില്ല, ഒരിക്കലും രക്ഷ അനുഭവിക്കാൻ കഴിയില്ല എന്ന നിരാശ. രണ്ടാമത്തത്, എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ആയാലും ദൈവം നമ്മെ രക്ഷിക്കും എന്ന മിഥ്യാപ്രതീക്ഷ. മൂന്നാമത്, ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞിട്ടും അതിനെ അംഗീകരിക്കാതെ പോകുന്നത്. നാലാമത്, സഹോദര സ്നേഹത്തിനെതിരായ തിന്മയാണ് അസൂയയാണ്. അഞ്ചാമത്, ഒരു പാപം ചെയ്തിട്ട് അനുതപിക്കാതെ അതിൽ തന്നെ തുടരുന്നത്. പാപം ചെയ്തു എന്നറിയാം, ദൈവസ്നേഹത്തിനെതിരാണെന്നറിയാം, പക്ഷെ അതിൽ തന്നെ തുടരുന്നു. ആറാമത്, മരണം വരെ അനുതപിക്കാത്തത്, അന്ത്യത്തിലെത്തുവോളം അനുതപിക്കാത്തത്. അവിടെ ഒരു കാര്യം വ്യക്തമാണ്, പാപം ചെയ്തതിനു ശേഷവും ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നു. ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണ് അനുതാപത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് നാം വിധേയപ്പെടാതെ പോകുമ്പോൾ, അന്ത്യം വരെ അങ്ങനെ തന്നെ ആയിരിക്കുമ്പോൾ നമുക്ക് രക്ഷ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. ആത്മാവിന്റെ പ്രവൃത്തി നമുക്ക് അനുഭവപ്പെടാതെ പോകുന്നു. അതിനർത്ഥം അന്ത്യം വരെ ആത്മാവ് കൂടെ ഉണ്ടെന്നാണ്. മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അവനെ നിരന്തരം വിശുദ്ധീകരിക്കാനായി ദൈവം നൽകുന്ന സഹായമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരുവനെ ഒരിക്കലും വിട്ടുപിരിയുന്നില്ല. ആത്മാവ് അവസാന നിമിഷം വരെ അവസരമൊരുക്കുന്നുണ്ട്. അവസാന നിമിഷമെങ്കിലും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെടാൻ അവന് അവസരമുണ്ട്. അതിനർത്ഥം നാം ഒരു പാപം ചെയ്യുമ്പോൾ ആത്മാവ് നമ്മെ വിട്ടുപിരിയുന്നു എന്നല്ല. പൗലോസ്ലീഹ എഫെസ്യർ ലേഖനത്തിൽ പറയും, നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അതായത് അവസാനം വരെ ആത്മാവ് കൂടെയുണ്ട്. പാപം ചെയ്യുമ്പോഴും കൂടെ ഉള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിന് വേദനിക്കുന്നുവെന്ന് ശ്ലീഹ പറയുന്നത്. പാപം ചെയ്യുമ്പോൾ ആത്മാവ് നമ്മെ കൈയൊഴിയുകയല്ല, ആത്മാവ് അനുതാപം ജനിപ്പിക്കുകയും തിരികെ വരാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. ആ പ്രേരണയ്ക്ക് നമ്മൾ വിധേയപ്പെടണം. നമ്മുടെ മനസ്സിന്റെ താല്പര്യങ്ങളെയും ശരീരത്തിന്റെ അഭിലാഷങ്ങളെയും മാറ്റിവെച്ച് ആത്മാവിന്റെ പ്രേരണയ്ക്ക് നമ്മൾ വിധേയപ്പെടുമ്പോൾ നാം രക്ഷയിലേക്ക് പ്രവേശിക്കും. അതിനർത്ഥം പരിശുദ്ധാത്മാവ് മരണം വരെ നമ്മെ വിട്ടുപിരിയുന്നില്ല എന്നാണ്. നമ്മുടെ അന്ത്യം വരെ ആത്മാവ് നമ്മോട് കൂടെ ഉണ്ടെന്നാണ്. സഹായകനായിട്ടാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് നാം പരിശുദ്ധാത്മാവിന് അവസരം കൊടുക്കുമ്പോൾ മാത്രമാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയും. ജീവിത പ്രവൃത്തികൾ കൊണ്ട്, നിലപാടുകൾ കൊണ്ട് ആത്മാവിന്റെ പ്രേരണകളെ നിഷേധിക്കുമ്പോൾ നാം പാപാവസ്ഥയിലേക്ക് വീഴും. പാപാവസ്ഥയിലായിരിക്കുമ്പോൾ, ഏത് പാപാവസ്ഥയിലും നമുക്ക് അനുദപിക്കാൻ ഒരു അവസരം നൽകുന്നത് ആത്മാവാണ്. അനുതാപം ജനിപ്പിക്കുന്നത് ആത്മാവാണ്. ആ ആത്മാവിന്റെ പ്രേരണയിലേക്ക് നാം തിരിയുമ്പോൾ നമുക്ക് നിത്യത അവകാശമായി കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം അറിയേണ്ടത്, പഴയ നിയമകാലത്ത് പോലെ പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരാളെ വിട്ടുപോവുകയല്ല, പാപം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുകയല്ല ആത്മാവിനെ. പാപം ചെയ്യുമ്പോഴും നമ്മുടെ അകത്ത് വേദനിക്കുന്നു പരിശുദ്ധാത്മാവ്. ആ ആത്മാവ് നിത്യതയിൽ നാം എത്തുവോളം നമ്മോട് കൂടെയുണ്ട്. നിരന്തരമായ പ്രേരണയായി, അനുതാപമായി, വിശുദ്ധീകരണ അനുഭവമായി ആത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കണം, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത് ദൈവമാണ്. പരിശുദ്ധാത്മാവിനെ തിരികെ എടുക്കാൻ വേണ്ടിയല്ല, നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിൽ ഈ ആത്മാവിനെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി. പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകുമെങ്കിൽ പിന്നെ അനുതാപത്തിന് വകയില്ല. അനുതാപം ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹമാണ് ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തിലെ അകലത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അവൻ നമ്മെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും, നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും, ശിക്ഷയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. നിരന്തരമായി ദൈവത്തിന്റെ ആത്മാവ് പാപത്തിനെതിരായ സമരത്തിൽ നമ്മെ സഹായിക്കാനായി നമ്മോടൊപ്പമുണ്ട്. നിരന്തരമായി നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്ന വിശുദ്ധീകരണ പ്രവൃത്തിയുമായിട്ട് കൂടെയുണ്ട്. ആ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെടില്ല. അങ്ങനെ നഷ്ടപ്പെട്ടാൽ അതിനർത്ഥം
മനുഷ്യനെ ദൈവം തള്ളിക്കളഞ്ഞു എന്നാണ്. പാപം ചെയ്യുന്നവനെ തള്ളിക്കളയുന്നവനല്ല ദൈവം. അനുതാപിയായി അവൻ തിരികെ വരുന്നത് അവസാന നിമിഷം വരെ, മനുഷ്യന്റെ അവസാന നിമിഷം വരെ അവൻ അവസരം നൽകിക്കൊണ്ട് കാത്തിരിക്കുന്ന സ്നേഹനിധിയായ പിതാവാണ് ദൈവം. ക്രിസ്തുവിൽ വെളിപ്പെട്ടത് അതാണ്. പാപം നിമിത്തം മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ തന്നെ തന്നെ അർപ്പിച്ച് അവന് വേണ്ടി പരിഹാരം ചെയ്ത് രക്ഷ ഉറപ്പാക്കിയത്. നാം പാപികളായിരിക്കുമ്പോഴാണ് നാം രക്ഷപ്പെട്ടത്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട് തന്റെ ലേഖനത്തിൽ, നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപത്തിന് പരിഹാര ബലിയാണ്. ഈ പരിഹാര ബലി നമുക്ക് അനുഭവപ്രദമാകുന്നതും നമ്മുടെ ആത്മരക്ഷയ്ക്ക് കാരണമാകുന്നതും ദൈവാത്മാവിന്റെ നിരന്തരമായ സഹായത്താലാണ്. തിരികെ വരാനുള്ള അവസരം ആത്മാവ് ഒരുക്കുന്നു, നിരന്തരം പ്രേരണയായിട്ട് നമ്മുടെ കൂടെ കൂടുന്നു, നിരന്തരം നിത്യതയിലെത്തുവോളം നമ്മെ സഹായിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട് എന്ന കാര്യം നാം അറിയണം. ആത്മാവ് നഷ്ടപ്പെടുന്നില്ല. ആ ചോദ്യത്തിലെ തന്നെ രണ്ടാമത്തെ ഭാഗം, മാരകപാപം ചെയ്യുമ്പോൾ നമ്മൾ നിത്യനരകത്തിൽ പതിക്കുന്നുവല്ലോ എന്നാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയെന്നാണ്? മാരകപാപം ചെയ്യുമ്പോൾ നാം നിത്യനരകത്തിൽ പ്രവേശിക്കുമെന്നല്ല, മാരകപാപത്തിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിക്കാൻ ഒരു അവസരമുണ്ട്. അത് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴാണ്, ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെടുമ്പോഴാണ്, അനുദപിക്കുമ്പോഴാണ്. മാരകപാപം ചെയ്ത ഒരാളും അനുദപിച്ചാൽ അയാൾക്ക് വിമോചനമുണ്ട്. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? സഭ പഠിപ്പിക്കുന്നത്, വ്യക്തമായി പഠിപ്പിക്കുന്നത്, പാപം യുക്തിക്കും സത്യത്തിനും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിനും എതിരായ തിന്മയെന്നാണ്. പാപം യുക്തിക്കും സത്യത്തിനും ശരിയായ മനസാക്ഷിക്കും എതിരായ തിന്മയാണ്. ഈ ശരിയായ മനസാക്ഷി എന്നത് പരിശുദ്ധാത്മാവിന്റെ സ്വരമാണ്. അപ്പൊ മാരകപാപത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം യുക്തിക്കും സത്യത്തിനും ശരിയായ മനസാക്ഷിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കും എതിരായിട്ട് നമ്മൾ മാറുന്നു. അതുമൂലം നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് കാറ്റക്കിസം പറയുന്നത്. കാറ്റക്കിസം 1849 പറയാണ്, ചില വസ്തുക്കളോടുള്ള ക്രമവിരുദ്ധമായ സ്നേഹം മൂലം ദൈവത്തോടും സഹോദരനോടുമുള്ള സ്നേഹബന്ധത്തിലുള്ള പരാജയമാണ്. അപ്രകാരം ഒരു പതനം ഉണ്ടാകുന്നത് ശരിയായ മനസാക്ഷിക്ക് ചെവി കൊടുക്കാതെ പോകുമ്പോഴാണ്. ശരിയായ മനസാക്ഷിയാകട്ടെ പരിശുദ്ധാത്മാവിന്റെ സ്വരമാണ്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1857 മാരകപാപത്തിന്റെ വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, അത് ഗൗരവപൂർണമായിരിക്കണം വിഷയം. രണ്ടാമത്, അത് പൂർണ്ണ അറിവോടെ ആയിരിക്കണം, നമ്മുടെ പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കണം. പൂർണ്ണമായ അറിവും സമ്മതവും ഉണ്ടായിരിക്കുകയും വിഷയം ഗൗരവതരമായിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് മാരകപാപമായി തീരുന്നതെന്നാണ് കാറ്റക്കിസം പഠിപ്പിക്കുന്നത്. ഒരു പാപം നാം ചെയ്യുമ്പോൾ അതിനെ മാരകമാക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? അത് ഗൗരവമുള്ളതായിരിക്കണം. ഗൗരവമുള്ളതായിരിക്കണം എന്ന് പറയുമ്പോൾ ദൈവത്തിനും സഹോദരനും എതിരായ തിന്മയായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് പൂർണ്ണമായ അറിവോടെ ആയിരിക്കണം. അറിവ് എന്ന് പറയുന്നത് കേവലമായി വായിച്ചറിവോ കേട്ടറിവോ എന്ന നിലയ്ക്കല്ല, ദൈവാത്മാവിന്റെ സ്വരമാണ്. കാര്യങ്ങൾ അറിയാനുള്ള നമ്മുടെ ശേഷി ദൈവാത്മാവിന്റെ പ്രേരണയിലാണ് ഇരിക്കുന്നത്. എനിക്ക് പൂർണ്ണമായ അറിവുണ്ട്, ഇത് തെറ്റാണെന്നറിയാം, ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പരദ്രോഹമായി മാറുമെന്നറിയാം, കൽപ്പനയുടെ ലംഘനമാണെന്നറിയാം. അപ്പൊ ദൈവവചനത്തെ അറിയുകയും ആത്മാവിന്റെ പ്രേരണയുടെ ശക്തിയെ നിഷേധിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു കാര്യം മാരകമായിട്ട് മാറുന്നത്. മൂന്നാമത്, അത് ബോധ്യപ്പെടണം. പരിശുദ്ധാത്മാവ് നമ്മിൽ ബോധ്യങ്ങൾ ജനിപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ബോധ്യങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക. അപ്പൊ ആത്മാവിന്റെ പ്രേരണയെ തള്ളിക്കളഞ്ഞ് ആത്മാവിന്റെ പ്രവൃത്തി അനുസരിക്കാതെ ഒരാൾ പൂർണ്ണ ബോധ്യത്തോടെ ചെയ്യുന്നത് തെറ്റാണ് എന്നറിയാം, ഇങ്ങനെ ചെയ്താൽ അത് ദൈവത്തിനെതിരാണെന്നറിയാം, സ്നേഹത്തിനെതിരാണെന്നറിയാം, അങ്ങനെ ബോധ്യമുണ്ടായിരിക്കുകയും തിന്മ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കാര്യം മാരകമായി തീരുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ മനഃപൂർവ്വം മനസ്സറിവോടെ ചെയ്യുന്നൊരു തിന്മയാണ് മാരകപാപം എന്ന് പറയാം. അങ്ങനെ ഒരു പാപം ചെയ്യുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളിൽ 6 കാര്യങ്ങൾ പറഞ്ഞതിൽ 5-ാമത്തെ കാര്യം അതാണ്.
പാപം ചെയ്യുകയും അതിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു, മരണം വരെ അനുദപിക്കാതിരിക്കുന്നു. അത്തരത്തിൽ ആത്മനിഷേധമുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരായി പോകുന്നു. ദൈവം നൽകിയ അവസാനത്തെ അവസരവും നഷ്ടപ്പെടുത്തുമ്പോഴാണ് നിത്യാഗ്നിയിൽ നമ്മൾ പതിക്കുക. പാപം ചെയ്യുമ്പോൾ നിത്യാഗ്നിയിൽ പതിക്കുന്നുവെന്നല്ല, പാപത്തെക്കുറിച്ച് അനുദപിക്കാതിരിക്കുമ്പോഴാണ് എന്നുകൂടി നമ്മൾ അറിയണം. മാരകപാപം നാം ചെയ്യുമ്പോൾ നാം മനസാക്ഷിയുടെ സ്വരത്തെ, പരിശുദ്ധാത്മാവിന്റെ സ്വരത്തെ നിഷേധിക്കുന്നുണ്ട്. അതിനുശേഷവും അനുതാപത്തിനുള്ള അവസരം ദൈവം നൽകുന്നുണ്ട്. ആ അനുതാപത്തിനുള്ള അവസരം കൂടി നഷ്ടപ്പെടുത്തുമ്പോൾ പാപത്തിൽ തന്നെ തുടരുകയും മരണത്തോളം നാം അനുദപിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നിത്യാഗ്നിയിൽ പ്രവേശിക്കുക. ഇനി മരണത്തോളം എന്നൊരു അവസരം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ മരണം എപ്പോഴാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അടിയന്തിരമായി നമുക്കുണ്ടാകേണ്ടത് അനുതാപമാണ്. നിരന്തരം ആത്മപ്രേരണയിലേക്ക് ഉന്മുഖമായി ഹൃദയം ഇരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് വിധേയപ്പെടുകയും ചെയ്യുമ്പോൾ നിത്യരക്ഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ആത്മാവിന്റെ പ്രേരണയെ തള്ളിക്കളയുമ്പോഴാണ് നാം നിത്യാഗ്നിയിൽ പതിക്കുന്നത്. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, ആത്മാവിന്റെ പ്രേരണയെ നമ്മൾ നിഷേധിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയെ നമ്മൾ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴും പരിശുദ്ധാത്മാവ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് മരണം വരെയും കൂടെയുള്ളവനാണ് പരിശുദ്ധാത്മാവ്. ഈ ലോക ജീവിതത്തിൽ ദൈവോന്മുഖരായിരിക്കാൻ, പാപത്തിനെതിരായി നിരന്തരം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ പ്രേരണ നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. മരണത്തോടെ നാം നിത്യാഗ്നിയിൽ പതിക്കാൻ കാരണം ഈ ആത്മാവിന്റെ പ്രേരണയ്ക്ക് നമ്മൾ വിധേയപ്പെടാത്തതാണ്. അതുകൊണ്ട് മരണം വരെയും ആത്മാവ് നമ്മെ പിരിയുന്നില്ല എന്നാണ് അതിനർത്ഥം. നമുക്ക് നൽകപ്പെട്ടുള്ള ജീവിതവും നമ്മുടെ ശരീരവും മനസ്സും ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെട്ട് ആത്മാവ് നിത്യതയിലെത്തുന്നതിനുള്ള വഴിയൊരുക്കാനാണ്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ക്രിസ്തുവിനെ ഏറ്റുപറയാനുള്ളതാണ്, അല്ലെങ്കിൽ സത്യപക്ഷത്തെ നിലയുറപ്പിക്കാനുള്ളതാണ്, സ്നേഹത്തിൽ വ്യാപരിക്കാനുള്ളതാണ്. പാപം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നമുക്ക് നൽകപ്പെട്ട ഈ അവസരങ്ങളൊക്കെ നിഷേധിക്കുന്നു, ലോകത്തിലേക്ക് തിരിയുന്നു, ആത്മാവിന്റെ പ്രേരണകളെ നിഷേധിക്കുന്നു. നമ്മുടെ മനസ്സാണ് ആത്മാവിന്റെ പ്രേരണകളെ നിഷേധിക്കുന്നത്. അങ്ങനെ നിഷേധിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് സ്വർഗപ്രാപ്തി കരഗതമാക്കാൻ വേണ്ടി ദൈവം നൽകിയ ജീവിതവും ശരീര മനസ്സുകളും ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെടും വിധം ഉപയോഗിക്കാത്തത് കൊണ്ട് ആത്മാവ് നരകത്തിൽ പതിക്കുന്നു. ഈ ആത്മാവ് നിത്യതയിലെത്താൻ വേണ്ടി ദൈവം നമുക്ക് തന്നിട്ടുള്ള അവസരങ്ങളാണ് ജീവിതവും ശരീരവും മനസ്സും. ജീവിതത്തിൽ ശരീര മനസ്സുകൾ ഉപയോഗിച്ച് നാം ആത്മാവിന്റെ പ്രേരണകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുമെങ്കിൽ നിത്യമായ രക്ഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അങ്ങനെ വരാതെ വരുമ്പോഴാണ് നാം വീണു പോകുന്നത്. മാരക പാപം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. അത് പൂർണ്ണ അറിവോടെ, സമ്മതത്തോടെ, ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് വിപരീതമായി നാം പ്രവർത്തിക്കുകയാണ്. അവിടെ ഗൗരവമുള്ള തിന്മ നമ്മൾ ചെയ്യുന്നു. ഒന്ന്, ദൈവത്തിനെതിരായി, സഹോദരനെതിരായി, നമ്മുടെ തന്നെ ആത്മാവിനെതിരായി. അപ്പൊ ഗൗരവപൂർണമായ നിത്യനാശത്തിന് കാരണമാകുന്ന നേർവിപരീത ദിശയിലുള്ള, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയ്ക്ക് നേർവിപരീത ദിശയിലുള്ള ഒരു ചലനം ഉണ്ടാകുമ്പോഴാണ് അത് മാരകമായി തീരുന്നത്. ഈ കാര്യം നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് നിത്യമായി നൽകപ്പെടുന്ന ആത്മാവാണ്. ഈ ഭൂമിയിലെ ജീവിതം മുഴുവനും ആത്മപ്രേരണയിലായിരിക്കാനാണ് ദൈവം അവസരമൊരുക്കുന്നത്. ക്രിസ്തുവിൽ നമുക്ക് ആത്മാവ് നൽകപ്പെട്ടു. അതുകൊണ്ട് നിത്യതയിലെത്തുവോളം ഈ ആത്മാവ് നമ്മോടൊപ്പമുണ്ട്. ആത്മാവ് നിരന്തരം വിശുദ്ധീകരിക്കുന്നവനാണ്. മാരകപാപം ചെയ്യുമ്പോൾ ആത്മാവിന്റെ പ്രവൃത്തിയാണ് നാം നിഷേധിക്കുന്നത്. മാരകപാപശേഷവും അനുദപിക്കാൻ നമുക്ക് അവസരമുണ്ട്. അനുദപിക്കാതെ പോകുന്നത് ആത്മപ്രേരണയെ നിഷേധിക്കലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അപ്രകാരം നിഷേധിക്കുമ്പോഴാണ് നിത്യനരകത്തിൽ നാം പതിക്കുന്നത്. കുമ്പസാരത്തെ പറ്റിയുള്ള ഒരു സംശയം കൂടി എന്ന് പറയാൻ കഴിയൂ. സമയം അധികരിക്കുന്നു. അതുകൊണ്ട് കുമ്പസാരത്തെക്കുറിച്ചുള്ളൊരു സംശയം പറയാം. സംശയം ഇതാണ്: ആരോഗ്യമുള്ളൊരു വ്യക്തി, ഓർമ്മക്കുറവുണ്ട്, കുമ്പസാരക്കൂട്ടി നിൽക്കുന്നു. അദ്ദേഹം ചെയ്ത പാപങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മയില്ല, പക്ഷേ ഈ മക്കൾക്ക് അതറിയാം. അതുകൊണ്ട് ആ മക്കൾ ഈ പറഞ്ഞ പിതാവ് അല്ലെങ്കിൽ മാതാവ് ചെയ്ത പാപങ്ങൾ എഴുതി വൈദികനെ അറിയിക്കുന്നു. അയാൾക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ കുമ്പസാരം യാഥാർത്ഥ്യമാകുമോ? കുമ്പസാരത്തെക്കുറിച്ചുള്ള ഏറ്റവും വികലമായൊരു ധാരണയാണത്. പാപത്തെക്കുറിച്ചുള്ള ധാരണയിലും വലിയ പിശക്
ഈ ചോദ്യത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പാപം എന്നത് ഒരു വ്യക്തിപരമായ കാര്യമാണ്, ഒരു പ്രവൃത്തിയല്ല പാപം. നമ്മൾ കാണുന്നത് ഒരു കൊലപാതകം നടന്നതായിട്ടാണ്. അത് ചെയ്ത ആളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും അത് അതിക്രമമായിരിക്കുമ്പോഴും ഒരു തിന്മയായിരിക്കുമ്പോഴും അത് പാപമാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പാപം എങ്ങനെയാണ്? മാരകപാപത്തെ സംബന്ധിച്ച കാര്യം മുൻപ് പറഞ്ഞു. ഗൗരവമുള്ളതായിരിക്കണം. അത് മാത്രം കൊണ്ട് കാര്യമില്ല, അറിവുണ്ടായിരിക്കണം. താൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. അത് ദൈവ നിഷേധമാണെന്ന ബോധ്യമുണ്ടായിരിക്കണം. ഈ അറിവും ബോധ്യവും ഇല്ലാതെയാണ് ഇയാൾ ഈ പ്രവൃത്തി ചെയ്യുന്നതെങ്കിലോ? അപ്പോൾ അറിവും ബോധ്യവും ഉണ്ടായിരിക്കുകയും ദൈവസ്നേഹത്തെ നിഷേധിക്കുകയും ആ പരദ്രോഹം ഗൗരവമുള്ള തിന്മയായിരിക്കുകയും ചെയ്യുമ്പോഴാണ് മാരകപാപമായിരിക്കുന്നത്. മനഃപൂർവ്വം മനസ്സറിവോടെയുള്ള പാപം. ഇനി മനഃപൂർവ്വമല്ലെങ്കിൽ, ലഘുപാപമാണെങ്കിൽ പോലും മനഃപൂർവ്വമല്ല എങ്കിലും മനസ്സറിവോടെയാണ്. അപ്പൊ ഈ രണ്ടിടത്താണെങ്കിലും ഇത് വ്യക്തിപരമാണ് പാപം. പാപം മറ്റൊരാൾക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. കുമ്പസാരത്തിലാകട്ടെ ഒരാൾ വ്യക്തിപരമായി ക്രിസ്തുവുമായുള്ള അകലം തിരിച്ചറിഞ്ഞത് ഏറ്റുപറയലാണ്. ഒരു ചെയ്ത പ്രവൃത്തി പറയുന്നതിന്റെ പേരല്ല കുമ്പസാരം. അങ്ങനെ ഏറ്റുപറയുമ്പോൾ എനിക്ക് അനുതാപം ഉണ്ടായിരിക്കുകയും വേണം. വേറൊരാള് എൻ്റെ ഒരു കുറ്റം പുരോഹിതനോട് പറഞ്ഞാൽ അത് കുറ്റം പറച്ചിലേ ആകൂ, പാപം പറച്ചിലാകില്ല. ഇനി ഓർമ്മക്കുറവിന്റെ കാര്യം പറഞ്ഞാൽ ഒരാൾ അയാൾക്ക് ഓർമ്മയുള്ള പാപം കുമ്പസാരിച്ചാൽ മതി. ഓർമ്മയില്ലാത്ത പാപം എങ്ങനെ കുമ്പസാരിക്കുക? അയാൾ ഓർമ്മയുള്ള പാപം പറയുമ്പോൾ പോലും അയാൾ പറയാതെ പോയ, മറന്നുപോയ, മനഃപൂർവ്വമല്ലാതെ മറന്നുപോയ തിന്മകൾ കൂടി ക്ഷമിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ കുമ്പസാരത്തിന് ഒരാൾ അണയുന്നു എന്ന് പറയുമ്പോൾ അയാളെ നമ്മൾ അനുതാപിയായിട്ടാണ് കാണേണ്ടത്. യാഥാർത്ഥ്യ ബോധത്തിൽ കുമ്പസാരിക്കണം എന്ന് ഒരാൾക്ക് തോന്നുമ്പോൾ ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് അയാൾ വിധേയപ്പെടുന്നുണ്ട്. അവിടെ കുമ്പസാര വേദിയിൽ അയാൾ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നില്ല എന്നുള്ളത് അയാളുടെ ഒരു കുറ്റമായി ദൈവം പരിഗണിക്കുന്നില്ല. പാപമോചനം അയാൾ ഓർത്തു പറയുന്ന എല്ലാ പാപങ്ങളിലും ലഭിക്കുന്നത് പോലെ ഓർമ്മിക്കാതെ പോകുന്നവയിലും ലഭിക്കും. മനഃപൂർവ്വം പാപം ഒളിച്ചു വെക്കുമ്പോൾ അത് കപട കുമ്പസാരവും. പക്ഷേ മനഃപൂർവ്വമല്ലാതെ ഒരാൾ അയാളുടെ ജീവിതത്തിലെ ചെയ്തികൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും അയാൾ പറയുന്ന പാപങ്ങൾക്ക് മോചനം ലഭിക്കുമ്പോൾ തന്നെ അയാൾ പറയാതെ പോകുന്ന പാപങ്ങൾക്ക്, മനഃപൂർവ്വമല്ലാതെ മറച്ചു വയ്ക്കാതെ ഓർമ്മക്കുറവ് കൊണ്ട് മാത്രം പറയാതെ പോകുന്ന പാപങ്ങൾക്കും മോചനം ലഭിക്കുന്നുണ്ട്. ഇനി മറ്റൊരാൾക്ക് ഒരു കുമ്പസാരത്തിൽ ഒരു റോളും ഇല്ല. വ്യക്തിപരമാണ് കുമ്പസാരം. എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിച്ചു. കുമ്പസാരത്തിന്റെ അടിസ്ഥാനം അതാണ്. ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ പിഴയാളി. അത് വ്യക്തിപരമായി തോന്നേണ്ട കാര്യമാണ്, വ്യക്തിപരമായി പറയേണ്ട കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരുടെ പല പാപവശങ്ങളും കാണാം. നമ്മൾ കാണുന്ന പാപമല്ല, തിന്മകളാണ്, അതിക്രമങ്ങളാണ്, അയാൾ ചെയ്ത പ്രവൃത്തിയിലെ അരുതായ്മകളാണ്. പാപം എന്നത് ക്രിസ്തുവും മനുഷ്യനുമായിട്ടുള്ള അകലാണ്, അതാ വ്യക്തിയുമായിട്ടുള്ള അകലാണ്. ഈ ഒരു തെറ്റിദ്ധാരണയാണ് പലപ്പോഴും നമ്മൾ ലോകം മുഴുവൻ പാപികളാണ്, വിശ്വസിക്കാത്തവരൊക്കെ പാപം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയാൻ കാരണമാകുന്നത്. വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചത് പാപമല്ല, അത് അതിക്രമമാണ്, തിന്മയാണ്, ദ്രോഹപ്രവൃത്തിയാണ്, കുറവാണ്. പക്ഷെ അത് പാപമാകുന്നത് ക്രിസ്തുവിനോട് എനിക്കുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിന് അപ്രകാരം ഒരു ബോധ്യതലത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. അപ്പോഴാണ് പാപത്തെക്കുറിച്ച് നമുക്ക് അനുദപിക്കാനും കഴിയും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവര്, പ്രധാനമായും 2 ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറഞ്ഞത്. ചോദ്യങ്ങൾ ഇനിയുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും കൂടി ഒന്നിച്ചുത്തരം പറയാൻ സാധ്യമല്ല. ചേർന്ന് പോകുന്ന 2 ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം ഈ ഘട്ടത്തിൽ പറയുന്നു. ചോദ്യങ്ങൾക്കുള്ള മറുപടി അടുത്ത ഘട്ടത്തിൽ തുടരാം. സമയദൈർഘ്യം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ 2 ചോദ്യങ്ങളിൽ ചുരുക്കുന്നത്. വീണ്ടും ചോദ്യം ചോദിക്കുകയും കൂടുതൽ സംവാദാത്മകമായ ഒരു സമീപനം ഈ ശുശ്രൂഷയിൽ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതൽ പേരിലേക്ക് നിങ്ങൾ ഈ ചാനൽ എത്തിക്കണം, ഈ സന്ദേശങ്ങൾ എത്തിക്കണം. കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനും സംസാരിക്കാനും നമ്മുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാനും ഒപ്പം തന്നെ നമുക്ക് പുതിയ ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരാനും ഈ ശുശ്രൂഷ കാരണമാകട്ടെ.
നിങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.